ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്കൊരു മത്തിയും പൂളയും ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ മത്തിയും പൂളയും? അതിനായി മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാണ് മത്തിമുട്ട. ഇനി പൂള ചെറിയ പീസുകളാക്കി നമുക്ക് കുക്കറിലിടാം. പൂള നല്ല വേവണ പൂള നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൂളയിൽ ലേശം ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇടുക കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആവില്ലേ, ചിലപ്പോൾ ഓയിൽ കൂടുതൽ വേണ്ടി വരും, ഉപ്പ് വേണ്ടി വരും. പിന്നെ നമ്മൾ മത്തി ഇതിൻ്റെ മേലെ വെച്ചിട്ട് വെള്ളം പാകത്തിന് വെച്ചിട്ടുണ്ട്. വിസിലടുപ്പിക്കുക കേട്ടോ. മത്തി വേറെയും പൂള വേറെയും അങ്ങനെയല്ല വെക്കും. ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചാൽ രണ്ടായി വെക്കണതിനെക്കാട്ടിലും ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് ഈ മഞ്ഞപ്പൊടിയിലൊക്കെ കിടന്ന് വേവുന്നതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ചെയ്ത് നോക്കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ. അപ്പോൾ നമുക്ക് കുക്കറ് അടുപ്പത്ത് വെച്ച് 2 വിസിൽ കേട്ടോ. അങ്ങനെ 2 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളീൻ്റെ അത് വേണം. വെള്ളത്തിലിട്ടേക്കാം. വിസിൽ വരുമ്പോഴേക്ക് കുതിർന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ പൊരിക്കാനുള്ള മീൻ മുട്ടയിൽ മസാല വരട്ടേക്കാം കേട്ടോ. കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കുക. ഞാൻ എല്ലാവരും കുറച്ച് എണ്ണ ഉപയോഗിക്കുള്ളൂ കേട്ടോ. നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. മീനുമേലും മീൻ മുട്ടയിലും. നല്ലോണം പുരട്ടിയിട്ട് അവിടെ വയ്ക്കുക. അപ്പോഴേക്കും നമ്മളെ കുക്കർ 2 വിസിലൊക്കെ വരും. പുരട്ടി ഒരു 5 മിനിറ്റൊക്കെ വയ്ക്കണം കേട്ടോ. മത്തിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ, അതുകൊണ്ട് കുറച്ച് മത്തിയെ കിട്ടിയിട്ടുള്ളൂ. ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. പാൻ വെച്ചു, ഓയിൽ ഒഴിച്ചു, നല്ലോണം ചൂടായി വരട്ടെ കേട്ടോ. അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ എണ്ണ നല്ലോണം ചൂടായി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ആദ്യം ലേശം കറുക, അതിൻ്റെ മേലെ ഈ മീൻ പൊരിക്കാനുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ. മീനിൻ്റെ കൂടെ തന്നെ മീനിൻ്റെ മുട്ട ഒരു സൈഡിൽ ഇട്ട് കൊടുക്കും കേട്ടോ. മീനിൻ്റെ മുട്ട പൊരിക്കുമ്പോൾ നന്നായി അത് പൊട്ടിത്തെറിക്കില്ല മേത്തിക്കൊക്കെ. അതിനെ അടച്ച് വെച്ച് പൊരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ആ സമയം അത് പൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പൂളയ്ക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ, വെളുത്തുള്ളി, പെരുംജീരകപ്പൊടി, ചെറിയുള്ളി. നന്നായി പേസ്റ്റായി അരയണമെന്നൊന്നുമില്ല. അപ്പോൾ അത് അരച്ചെടുത്തു. നമുക്ക് മീൻ പൊരിഞ്ഞിറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി പണിക്ക് നോക്കാം.
അപ്പോൾ വിസിൽ പോയിട്ടോ. മീനിങ്ങനെ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറപ്പ് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. അതിൻ്റെ വാല് പിടിച്ചിങ്ങനെ കുടഞ്ഞാൽ ഫുള്ള് അതിൻ്റെ ഇതൊക്കെ പോരും. മുള്ളൊറ്റൊന്നും ചാടില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ കൈ പൊള്ളിയിട്ട് അങ്ങനെ അങ്ങനെ പൊട്ടിച്ചാടിപ്പോയി. കയ്യിലോണ്ടാക്കലേ മുള്ളൊക്കെ പോന്നിട്ടില്ലേ തിന്നുമ്പോൾ ബുദ്ധിമുട്ടാവും. കുക്കറിൽ വിസിലടിച്ച് എന്താ തോന്നുന്നുണ്ട്. മുള്ളൊക്കെ പൊട്ടിപ്പോയിരുന്നു 1-2 മറ്റേത് നമ്മൾ കയ്യിലോണ്ടിങ്ങനെ എടുക്കാം. ഇങ്ങനെ പോരണതിൻ്റെ മുള്ളൊന്നും അതിലൊറ്റ മുള്ളും ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ മുള്ളിങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കുക. പൂളയും മത്തിയും കൂടെ. ചേമ്പിൻ്റെ ഇലയിൽ വെച്ചത് മത്തിയാവുന്നതുകൊണ്ടേ ആകെ സ്മെല്ലാവും കിച്ചൺ ഫുള്ള്. അതുകൊണ്ട് അതിലായ പിന്നെ അതങ്ങോട്ട് ഒഴിവാക്കാം. നമ്മളൊക്കെ അങ്ങനെ ചെയ്യല്. അപ്പോൾ അതൊക്കെ മുള്ളൊക്കെ കളഞ്ഞു. ഇനി നമുക്കൊക്കെ കുത്തി ഉടച്ച് അതിലാവശ്യത്തിനുള്ള പുളി ഒഴിക്കണം. കൈ നല്ലോണം പൊള്ളുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട തിന്നണമെങ്കിൽ കുറച്ച് കൈയൊക്കെ പൊള്ളണ നല്ലതല്ലേ. ഉടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുളി ഒഴിക്കും. ആദ്യം തന്നെ പുളി വെള്ളം ഒഴിച്ചാൽ ശരിക്കും പേസ്റ്റായി കിട്ടില്ല. അപ്പോൾ ഗൈസ് നമുക്കിനി പുളിവെള്ളം ചേർക്കാം കേട്ടോ. അപ്പം നമ്മൾ എടുത്ത് വെച്ചത് പുളി അത് പിഴിഞ്ഞ വെള്ളമാണ്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് സ്റ്റൗ കത്തിച്ച് അതിന് വയ്ക്കാം. പിന്നെ വിസിലിടൊന്നും വേണ്ട. നമുക്ക് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് വന്നു. അരച്ച തേങ്ങ കൂട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. എന്നിട്ട് ആവി വന്നതിന് ശേഷം ഇറക്കി വെക്കാം കേട്ടോ. മിക്സിൻ്റെ വെള്ളം കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ മിക്സിൻ്റെ ജാറൊന്ന് കഴുകി ഒഴിച്ച് കൊടുത്തു. തേങ്ങ അരച്ച മിക്സിൻ്റെ ജാറിൽ കേട്ടോ. അതിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്കിനി കഴിക്കല്ല എല്ലാവർക്കും. പൂള വിളമ്പി, പൂളയും മത്തി വെച്ചത് വിളമ്പി, 2 പൊരിച്ച മീനും മീൻ മുട്ടയും വെക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കഴിക്കല്ലേ വരി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. കമൻ്റ് അറിയിക്കണം ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എല്ലാവരോടും ബൈ.